ഭൂരിഭാഗം മലയാളികൾക്കും മലയാള സിനിമയോടൊപ്പം തന്നെ ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് തമിഴ് സിനിമകളും. കേരള ബോക്സ് ഓഫീസിൽ അവയ്ക്ക് കിട്ടുന്ന സ്വീകരണം അല്ലെങ്കിൽ ആ ഒരു സ്വീകാര്യത കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് രജനീകാന്തിൻ്റെയോ വിജയുടെയോ കമൽഹാസൻ്റെയോ സൂര്യയുടെയോ തലയുടെ സിനിമയൊക്കെ വരുമ്പോഴുള്ള ഇവിടുത്തെ ആ ഒരു ഓളം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മലയാളികൾക്ക് തമിഴ് സിനിമകളോടുള്ള ഓരോ ഇഷ്ടവും. എന്ന് വെച്ചാൽ അത്രയും നല്ല നടന്മാരുടെ അല്ലെങ്കിൽ അത്രയും ഹൈ പൊസിഷനിൽ നിൽക്കുന്ന നടന്മാരുടെ സിനിമകളാകണമെന്നില്ല. മറിച്ച് കുറച്ച് മുമ്പ് നമ്മൾ കണ്ടാണ് ടൂറിസ്റ്റ് ഫാമിലി വന്നപ്പോഴും ഡ്രാഗൺ വന്നപ്പോഴും എല്ലാം നമ്മൾ നല്ല സിനിമകളെ എന്നും ഏറ്റെടുത്ത് തന്നെയാണ് മലയാളികൾക്ക് പഴക്കം. പക്ഷെ കുറച്ച് നാളുകളായിട്ട് തമിഴിലെ വമ്പൻ നടന്മാരുടെ സിനിമകൾക്ക് അങ്ങനെ അങ്ങ് പച്ച പിടിക്കാനാവുന്നില്ല. പ്രത്യേകിച്ച് കമൽഹാസൻ്റെ ആയിക്കോട്ടെ, സൂര്യയുടെ ആയിക്കോട്ടെ, തലയുടെ ആയിക്കോട്ടെ, അങ്ങനെ ആരുടെ സിനിമകൾക്ക് ഈ വർഷം അങ്ങനെ വേണ്ടത്ര കാര്യമായിട്ടുള്ള ഒരു ബോക്സ് ഓഫീസിലോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അവർക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല. അജിത്തിൻ്റെതായി വന്ന വിടാമൂർച്ച ആയിക്കോട്ടെ, ഗുഡ് ബാഡ് അഗ്ലി ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു മിക്സഡ് റിവ്യൂ ആണ് വന്നത്. തഗ് ലൈഫിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അതേപോലെ തന്നെയാണ്. റെട്രോയുടെ കാര്യവും നമുക്കറിയാവുന്നതാണ്. വിക്രത്തിൻ്റെ വീരധീരസൂര എന്ന് പറഞ്ഞ സിനിമ വന്നെങ്കിലും ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ അതും അത്ര വലിയ ഹിറ്റ് ആയില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്നാൽ അതേസമയം തമിഴ് ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയ കുഞ്ഞു കുഞ്ഞു സിനിമകൾ, ചെറിയ ബഡ്ജറ്റിൽ വന്ന ടൂറിസ്റ്റ് ഫാമിലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ 50 കോടി ബഡ്ജറ്റിൽ വന്ന ഡ്രാഗൺ ആയിക്കോട്ടെ, അവയെല്ലാം തന്നെ നല്ല രീതിയിലുള്ള കളക്ഷൻ നേടുകയുണ്ടായി. എന്നാൽ ബിഗ് ബഡ്ജറ്റിൽ വന്ന ഇത്തരം സിനിമകൾക്കാണ് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര ചലനം ഒന്നും സൃഷ്ടിക്കാൻ സാധിക്കാഞ്ഞത്. ഇവയിൽ നേരിയ ചലനമെങ്കിലും സൃഷ്ടിച്ചത് അജിത്തിൻ്റെതായി വന്ന ഗുഡ് ബാഡ് അഗ്ലി മാത്രമാണ്. എന്നാൽ ഈ വർഷം വിജയുടെ പടമൊന്നും റിലീസില്ല എന്നത് മറ്റൊരു കാര്യം കൂടെ. എന്നാൽ ഇനി കോളിവുഡിൽ നിന്നും വരാനിരിക്കുന്നത് മറ്റൊരു കൊലകൊല്ലി ഐറ്റം തന്നെയാണ്. എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമെന്ന് തന്നെ പറയാം. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനായെത്തുന്ന കൂലി. ഒരു നായക നടൻ്റെ ഒപ്പം തന്നെ ഒരു സംവിധായകൻ്റെ പേരിനും തിയേറ്ററുകളിലേക്ക് ആളെ എത്തിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്നൊരു സംവിധായകൻ കൂടിയാണ് ലോകേഷ് കനകരാജ്. അദ്ദേഹത്തിൻ്റെതായ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമേജ്, അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഫാൻസ്, അതൊക്കെ ആരെയും കുതിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു സംവിധാനത്തിൽ വരുന്ന തമിഴ്നാടിൻ്റെ സ്വന്തം തലൈവർ നായകനായെത്തുന്ന കൂലി എന്ന സിനിമ ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് ഓരോ സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരെല്ലാം തന്നെ ഒന്നിച്ചു വരുന്നൊരു സിനിമ കൂടിയാണ് കൂലി. മലയാളത്തിൽ നിന്നാണെങ്കിൽ സൗബിനുണ്ട്, തെലുങ്കിൽ നിന്നാണെങ്കിൽ നാഗാർജുനുണ്ട്, കന്നഡയിൽ നിന്നാണെങ്കിൽ ഉപേന്ദ്രയുണ്ട്. അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ വലിയ വലിയ താരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൂലി വരുന്നത്. എന്നാൽ അതിനെല്ലാം പുറമെ ഒരു രജനീകാന്ത് ചിത്രമാണ് വരുന്നത് എന്ന പ്രത്യേകതയും ആ ഒരു സിനിമയ്ക്കുണ്ട്. രജനീകാന്തിനും ഈ ഒരു കംബാക്ക് അനിവാര്യമാണ്. കാരണം അവസാനം ഇറങ്ങിയ വേട്ടയാന് ഒരു മിക്സഡ് റിവ്യൂ ആണ് കിട്ടിയിരുന്നത്. എന്നാൽ അതിന് മുമ്പ് വന്ന ജയിലർ ആകട്ടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച് തന്നെയാണ് മടങ്ങിയതും. പ്രത്യേകിച്ച് ജയിലർ കേരളത്തിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഓളം അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന സിനിമകളിൽ ഒന്ന് തന്നെയായിരുന്നു ജയിലർ. ഒരുപക്ഷെ ജയിലറിൻ്റെ ഫസ്റ്റ് ഷോ കവിത തിയേറ്ററിൽ കണ്ടവർക്ക് ഈ ഒരു സെയിം ഒപ്പീനിയൻ തന്നെ ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം അത്രയും ഓളം ആ ഒരു സിനിമ അന്ന് ആ തിയേറ്ററിൽ ഉണ്ടാക്കിയിരുന്നു. അതേ തിയേറ്ററിൽ ലിയോയുടെ ഫസ്റ്റ് ഷോയ്ക്കും അതേ ഓളം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഒരു സംവിധായകനൊപ്പം തലൈവർ കൂടി ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകളും ഏറെയാണ്. പ്രതീക്ഷകൾക്കൊപ്പം കോളിവുഡിനെ ഇനി ഒന്ന് കരകയറ്റാൻ തലൈവർക്കാകുമോ എന്ന ചിന്തയിലാണ് ബാക്കിയുള്ള തിയേറ്റർ ഉടമകളും സിനിമാ പ്രേമികളും. അളവത് വിജയ് നായകനാവുന്ന ജനനായകൻ ജനുവരിയിലാണ് റിലീസ്. ഈ വർഷം ഇനി പറയത്തക്ക റിലീസ് എന്ന് പറയാൻ ബോളിവുഡിന് കൂലിയാണ് ഫസ്റ്റ് ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ കൂലിക്കായുള്ള കാത്തിരിപ്പായിരിക്കും ഓരോ തമിഴ് സിനിമ ആരാധകരും അതോടൊപ്പം മലയാള സിനിമ ആരാധകരും. കണ്ടു തന്നെ അറിയാം ലോകേഷ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് കൂലി എത്തുമോ എന്ന്.